IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ചിട്ടുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. എന്നാൽ IPL 2026-ൽ ചെന്നൈ ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തകർച്ചയ്ക്കാണ് കായിക ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ ഒരൊറ്റ പോരാട്ടം കൊണ്ട് പ്ലേ ഓഫ് സാധ്യത നിശ്ചയിക്കേണ്ടിരുന്ന വേദിയിൽ ചെന്നൈ നാണം കെട്ട് പുറത്തായിരിക്കുകയാണ്. തോൽവി ക്രിക്കറ്റിൽ സ്വാഭാവികമാണെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റ വലിയ മാർജിനും കളിക്കളത്തിൽ തങ്ങളുടെ വിശ്വസ്ത താരങ്ങൾ കാണിച്ച മോശം മനോഭാവമാണ് ക്രിക്കറ്റ് ലോകത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മത്സരത്തിന് തൊട്ടു പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ ഇതിഹാസ താരം അബാട്ടി റൈഡു ടീം മാനേജ്മെന്റിനെതിരെയും കളിക്കാരുടെ സമീപനത്തിനെതിരായും കടുത്ത ഭാഷയിൽ പൊട്ടിത്തെറിച്ചത് രംഗത്തെത്തിയതോടെ ചെന്നൈ ക്യാമ്പിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യമായിരിക്കുകയാണ്. മത്സരശേഷമുള്ള തത്സമയ ക്രിക്കറ്റ് ചർച്ചയിലാണ് റൈഡു തന്റെ രോക്ഷം മുഴുവൻ ചെന്നൈ മാനേജ്മെന്റിന് നേരെ തിരിച്ചുവിട്ടത്. മത്സരശേഷം നടന്ന പോസ്റ്റ് മാച്ച് അനാലിസിസ് ഷോയിലാണ് അബാട്ടി റൈഡു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തന്ത്രങ്ങളെയും തീരുമാനങ്ങളെയും പൂർണ്ണമായും എയറിലാക്കിയത്. ചെന്നൈ ടീമിനൊപ്പം ഒന്നിലധികം കിരീട വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള റൈഡുവിന് ടീമിന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. CSK മാനേജ്മെന്റിന്റെ വിചിത്രമായ സെലക്ഷൻ തന്ത്രങ്ങളുടെ കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്തുകൊണ്ട് അബാട്ടി റൈഡു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് CSK സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടുള്ള ഒരു തോൽവിയാണ്. IPL ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രയും വലിയൊരു മാർജിനിൽ ചെന്നൈ തോറ്റിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. എന്നാൽ എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിൽ ഒരു ടീം മാനേജ്മെന്റിന് എങ്ങനെയാണ് ഇത്രയധികം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്? മികച്ച ഫോമിലുള്ള കളിക്കാരെ ഈ മത്സരത്തിൽ കളിപ്പിക്കാതിരുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പ്ലേയിങ് 11 സെലക്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് കടുത്ത നിരാശയാണ് തോന്നിയത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയരഹസ്യം എപ്പോഴും അവരുടെ കൃത്യമായ ആസൂത്രണവും വിശ്വസ്തരായ കളിക്കാരെ നിലനിർത്തുന്ന രീതിയുമാണ്. എന്നാൽ ഈ മത്സരത്തിൽ ടാക്ടിക്കലായി വലിയ പരാജയമാണ് ചെന്നൈക്ക് സംഭവിച്ചത്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത വെസ്റ്റ് ഇൻഡീസ് സ്പിൻ ഓൾറൗണ്ടർ അക്കീർ ഹുസൈനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. പിച്ച് സ്പിന്നിനെ തുണയ്ക്കാനെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടും റൺസ് നിയന്ത്രിക്കാൻ കെൽപ്പുള്ള അക്കീർ ഹുസൈനെ പുറത്തിരുത്തിയത് ഗുജറാത്തിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് കാര്യമായി എളുപ്പമായി. പവർ പ്ലേ ഓവറുകളിൽ റൺസ് ചോരുന്നത് തടയാൻ ചെന്നൈ ബൗളർമാർക്ക് സാധിച്ചതേയില്ല. മാനേജ്മെന്റ് നടത്തിയ ഈ അനാവശ്യ പരീക്ഷണം ടീമിന്റെ പരാജയത്തിന് ആക്കം കൂട്ടിയെന്ന് തന്നെയാണ് അബാട്ടി റൈഡുവിനെ പോലെയുള്ള മുതിർന്ന താരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മത്സരത്തിൽ ചെന്നൈ ടീം കാണിച്ച മോശം പോരാട്ട വീര്യത്തെയും റൈഡു രൂക്ഷമായി വിമർശിച്ചു. കേവലം ബൗളിംഗിലോ ബാറ്റിംഗിലോ മാത്രമല്ല, ടീമിന്റെ മൊത്തത്തിലുള്ള സമീപനത്തിലാണ് പാളിച്ച പറ്റിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് നമ്മൾ കണ്ടത് വളരെ മോശം പ്ലാനിങ്ങും അതിനേക്കാൾ മോശം ബൗളിങ്ങുമാണ്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയാൻ വാക്കുകളില്ല. ബാറ്റിംഗിലേക്ക് വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ 3-4 വിക്കറ്റുകൾ ഒന്നിച്ച് നഷ്ടപ്പെടുത്തിയത് കളി പൂർണ്ണമായും കൈവിട്ടു പോകാൻ കാരണമായി. ടീമിന്റെ പ്രകടനങ്ങൾ, അവരുടെ പ്രോസസ്, പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ CSK മാനേജ്മെന്റ് കാണിക്കുന്ന മെന്റാലിറ്റി, ടീമിൽ വരുത്തുന്ന അനാവശ്യമായ മാറ്റങ്ങൾ എല്ലാം കൊണ്ടും അങ്ങേയറ്റം നിരാശാജനകമായ ഒരു ദിവസമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ ബൗളർമാരെ കണക്കറ്റ് പ്രഹരിച്ചുകൊണ്ട് 230 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ബോർഡിൽ അടിച്ചുകൂട്ടിയത്. ചെന്നൈയുടെ ഒരു ബൗളർക്ക് ഗുജറാത്ത് ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചില്ല. തുടർന്ന് 231 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്ന് ക്രീസിലെത്തിയ ചെന്നൈ ബാറ്റർമാർ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത്. പവർ പ്ലേ ഓവറുകൾ തിരുത്തുന്നതിന് മുൻപ് തന്നെ ചെന്നൈയുടെ മുൻനിര വിക്കറ്റുകൾ കൂട്ടത്തോടെ നിലം പൊത്തി. സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ കെൽപ്പുള്ള ഒരു ബാറ്റർ പോലും ക്രീസിൽ നിലയുറപ്പിച്ചില്ല. 47 റൺസ് നേടിയ ശിവൻ ദുബൈ മാത്രമാണ് ചെന്നൈ നിരയിൽ അല്പമെങ്കിലും പോരാട്ടവീര്യം കാണിച്ചത്. ബാക്കി എല്ലാവരും വന്ന വേഗത്തിൽ തന്നെ തിരികെ മടങ്ങി. ഒടുവിൽ സ്കോർ ബോർഡിൽ വെറും 140 റൺസ് മാത്രം എടുത്ത് ചെന്നൈ ഓൾ ഔട്ട് ആവുകയായിരുന്നു. അബാട്ടി റൈഡു ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മെന്റാലിറ്റിയെ കുറിച്ചാണ്. MS ധോണിയുടെ നേതൃത്വത്തിൽ ചെന്നൈ കെട്ടിപ്പടുത്ത ഒരു പ്രത്യേക ശൈലിയുണ്ട്. കളിക്കാർക്ക് തുടർച്ചയായ അവസരങ്ങൾ നൽകുക, അനാവശ്യമായ പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശാന്തത പാലിക്കുക എന്നത്. എന്നാൽ നിലവിലെ മാനേജ്മെന്റ് വിശ്വസ്തമായ രീതികളിൽ നിന്നും വ്യതിചലിക്കുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർച്ചയായ പരീക്ഷണങ്ങൾ നടത്തി CSK സ്വയം തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു എന്നാണ് റൈഡുവിന്റെ പക്ഷം. ടീമിന്റെ പ്ലാനിങ്ങിലുള്ള വ്യക്തത കുറവ് കളിക്കളത്തിൽ കളിക്കാരുടെ ശരീരഭാഷയിലും പ്രതിഫലിച്ചു. 230 റൺസ് പിന്തുടരുമ്പോൾ കാണിക്കേണ്ട അഗ്രഷൻ ചെന്നൈ ബാറ്റിംഗ് നിരയിൽ എവിടെയും കണ്ടില്ല. പരാജയം മുൻകൂട്ടി സമ്മതിച്ചതുപോലെയുള്ള കളിയാണ് ചെന്നൈ പുറത്തെടുത്തത്. അബാട്ടി റൈഡുവിന്റെ ഈ സ്ഫോടനാത്മകമായ പ്രതികരണം പുറത്തു വന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റൈഡുവിന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് ഭൂരിഭാഗം ആരാധകരും രംഗത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ചെന്നൈ മാനേജ്മെന്റ് എടുക്കുന്ന വിചിത്രമായ തീരുമാനങ്ങളിൽ ആരാധകർക്കും കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. റൈഡു അത് പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ ആരാധകർ മാനേജ്മെന്റിനെതിരെ #ക്യാമ്പയിനുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
തോറ്റ രീതിയാണ് ആരാധകരെ കൂടുതൽ വേദനിപ്പിച്ചത്. ഒരു പോരാട്ടം പോലും നൽകാതെ 140 റൺസിന് ഓൾ ഔട്ടായ ചെന്നൈ ടീമിന്റെ മനോഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നു. വരും സീസണുകളിൽ ടീമിൽ വലിയ അഴിച്ചുപണികൾ ആവശ്യമാണെന്നതിന്റെ സൂചനയാണ് ഈ കനത്ത പരാജയമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. IPL 2026 ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ടായ ഈ നാണക്കേട് പുറത്താക്കൽ ടീമിനെ ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായി അവശേഷിക്കും. എന്നാൽ ഈ പരാജയത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ട് ടീമിന്റെ തന്ത്രങ്ങളിലും സെലക്ഷൻ പ്രക്രിയകളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകേണ്ടതുണ്ട്. അപാടി റെയ്ഡുവിനെ പോലെയുള്ള മുതിർന്ന താരത്തിന്റെ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഴയ CSKയുടെ ആ വിശ്വസ്തവും കരുത്തുറ്റതുമായ പോരാട്ടവീര്യം വീണ്ടെടുക്കാൻ ചെന്നൈക്ക് സാധിക്കുമോ എന്നാണ് ഇനി ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. വരും സീസണുകളിൽ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി തങ്ങളെ വേട്ടയാടുന്ന വിമർശകർക്കെല്ലാം കളിയിലൂടെ മറുപടി നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.